എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്തത് 9th April 2024. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4 കൊല്ലമായിട്ടുണ്ടായിരുന്നു. 4 കൊല്ലത്തിനിടയ്ക്ക് ഞങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അന്നേരം പ്രത്യേകിച്ച് ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി, പക്ഷേ പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ലായിരുന്നു പ്രഗ്നൻ്റ് ആവാത്തതിൻ്റെ. ഒരു പ്രത്യേക അൺനോൺ റീസൺ ആണെന്നൊക്കെ പറഞ്ഞത്. അപ്പം എൻ്റെ സിസ്റ്റർ ഇൻ ലോ വഴി ഞാൻ എൻ്റെ മമ്മിയുടെ വഴിക്ക് പറഞ്ഞ് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻസ് കിട്ടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. 9th April 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ ഒരു ട്യൂസ്ഡേ അച്ഛൻ്റെ റിട്രീറ്റ് ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി പെട്ടെന്ന് പോയി കൺഫസ് ചെയ്യുക. എന്നിട്ട് ഓൺലൈൻ ഉടമ്പടിയിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ വൃത്തിയായിട്ട് പാലിച്ചായിരുന്നു. രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അതേപോലെ ഞങ്ങൾ പ്രേക്ഷിത വേല ചെയ്തായിരുന്നു. പ്രേക്ഷിത വേല ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആരെയും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകും. എന്നിട്ട് അവിടെ കാണുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പൈസ കൊടുക്കും, അല്ലെങ്കിൽ ഫുഡ് മേടിച്ച് കൊടുക്കും. അങ്ങനത്തെ പ്രേക്ഷിത വേല ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഒരു ട്യൂസ്ഡേ അച്ഛൻ്റെ റിട്രീറ്റ് ഞാൻ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുമായിരുന്നു പെട്ടെന്ന് പോയി കൺഫസ് ചെയ്യണം. പ്രത്യേകിച്ച് ഒരു പാവം ഞാൻ ചെയ്തതിനെ ചൊല്ലിയായിരുന്നു കുമ്പസാരിക്കാൻ പറഞ്ഞ് എനിക്ക് തോന്നിയത് ആ റിട്രീറ്റ് കൂടുമ്പോഴത്തേക്കും. അത് 2021 കോവിഡിൻ്റെ phase 2 ഞങ്ങൾ ശരിക്കും ഒരു നന്നായിട്ട് കോവിഡ് പോസിറ്റീവായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് CCUലായിരുന്നു. അന്നേരം ഈശോയുടെ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമായിരുന്നു, എനിക്ക് ഹസ്ബൻഡിനെ തിരിച്ചു തന്നേ പറ്റൂ, എനിക്ക് ജോലിയിൽ പ്രമോഷൻ വേണ്ട, ഒരു സ്വന്തമായിട്ടുള്ള വീട് വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഒരു കുഞ്ഞിനെ പോലും വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ തിരിച്ചു തന്നേ പറ്റൂ, ജീവിതത്തിലേക്ക് തിരിച്ചു തന്നേ പറ്റൂ എന്നുള്ള ഒരു പ്രാർത്ഥന ഞാൻ ഈശോയുടെ മുമ്പിലേക്ക് വെച്ചായിരുന്നു. പക്ഷേ ഞങ്ങളതിൽ നിന്നൊക്കെ റിക്കവറായി. ഞങ്ങൾ മെയ്യിലായിരുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയത്. ആ ഒക്ടോബർ നവംബറിൽ എനിക്ക് പ്രമോഷൻ കിട്ടി. ഡിസംബറിൽ ഞങ്ങൾ സ്വന്തമായിട്ട് ചെന്നൈയിൽ ഒരു വീടും മേടിക്കാൻ പറ്റി. പക്ഷേ ഞാൻ അപ്പം നേരം ഈശോയുടെ തോന്നിയായിരുന്നു, ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നല്ലോ, പക്ഷേ ഇതൊക്കെ എനിക്ക് തന്നതിൻ്റെ കാരണം എന്നാം ചോദിച്ചു ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു മനസ്സുകൊണ്ട്. ആ ഡിസംബറിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. പക്ഷേ എൻ്റെ പ്രഗ്നൻസി 1 month കൂടുതൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എനിക്കത് എൻ്റെ ഒരു മെഡിക്കൽ റീസൺ കൊണ്ട് എനിക്ക് അബോട്ടായി പോവുമായിരുന്നു. ഞങ്ങൾ ട്രാവലിംഗ് ചെയ്ത് ഞാൻ അറിയാതെ അത് എൻ്റെ കയ്യിൽ നിന്ന് അബോട്ടായി പോവുമായിരുന്നു. അന്നേരം ഞാൻ ഒത്തിരി ഏറെ വിഷമിച്ച് പ്രാർത്ഥിച്ച ഒരു കാലഘട്ടത്തിലായിരുന്നു എനിക്ക് എന്തോരം പ്രാർത്ഥിച്ചിട്ടും ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നോക്കിയാലും എനിക്കതിനൊരു ആൻസർ കിട്ടാത്ത ഒരവസ്ഥയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അന്നേരമാണ് എൻ്റെ സിസ്റ്റർ ഇൻ ലോ വഴി ഉടമ്പടിയുടെ കാര്യം ഞാൻ അറിയുന്നത് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. 9th April 2024 ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. കൃത്യമായിട്ടും ഞാൻ കൺഫസ് ചെയ്ത് 3 ദിവസം കഴിഞ്ഞപ്പം, അതായത് 9th May 2024 ഉടമ്പടി എടുത്ത് 1 മാസം കൊണ്ട് എനിക്ക് വീട്ടിൽ അത്ഭുതം തോന്നിയ രീതിയിലുള്ള അടയാളങ്ങളാണ് മാതാവിൻ്റെ കിട്ടിയത്. ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ ചായയും കുടിച്ചിരിക്കുന്ന സമയത്ത് പെരയ്ക്കകത്ത് മൊത്തം ഭയങ്കരമായിട്ടുള്ള ഒരു മുല്ലപ്പൂവിൻ്റെ മണവും തണുത്ത കാറ്റും കൂടെ ആയിരുന്നു വീശിയത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ നമുക്ക് ഇതുപോലെ മണം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഹസ്ബൻഡ് പറഞ്ഞു എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ നേരം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നുണ്ട് നന്നായിട്ട് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എല്ലാ റൂമിൻ്റെ കോർണേഴ്സിലും ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് മണം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അവിടെ കിട്ടുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ വന്നപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ 6 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെ കൊന്ത ചൊല്ലി തുടങ്ങിയ നേരം. കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് തോന്നുവാണ്, അന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോകാനായിട്ട് പ്ലാൻ എടുക്കുക പിറ്റേ ദിവസം ഒരു സെലിബ്രേഷന് വേണ്ടി. അപ്പം ഹസ്ബൻഡ് ചോദിച്ചു നാട്ടിലേക്ക് പോകാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ വന്നിരിക്കുന്ന വീടാണ്, നമ്മൾ നാട്ടിലേക്ക് പൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റില്ല, നമ്മൾ ഏതായാലും ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ള റീസൺ ഞങ്ങൾ അന്ന് തീരുമാനമെടുത്തു.
അങ്ങനെ അത് കഴിഞ്ഞ ഓരോ ദിവസങ്ങളായപ്പോഴത്തേക്കും അടയാളങ്ങൾ കൂടി തുടങ്ങുവാണ്. 26 മെയ്യിന് എനിക്ക് ചെറുതായിട്ടൊരു സ്പോട്ടിങ് തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ഹസ്ബൻഡിൻ്റെ രാത്രി കരഞ്ഞ് പറഞ്ഞു, ഇത്തവണയും കുഞ്ഞിനെ കിട്ടത്തില്ല, എനിക്ക് സ്പോട്ടിങ് ആയി തുടങ്ങി, എനിക്ക് എൻ്റെ മെൻസ്ട്രേഷൻ തുടങ്ങുവാണ് എന്നുള്ള ഞാൻ സങ്കടപ്പെട്ട് അന്ന് രാത്രിക്ക് 2 മണിക്ക് എഴുന്നേറ്റ് ഞാൻ കരഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നി തുടങ്ങി. സ്വപ്നം കണ്ടു. ഞാൻ രാവിലെ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചോരക്കുഞ്ഞിനെ സ്വപ്നം കണ്ടു ഞാൻ. അന്നേരം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ചോരക്കുഞ്ഞിനെ സ്വപ്നം കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞതാ, ഉടമ്പടിയുടെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് അടയാളം കിട്ടി തുടങ്ങിയിട്ടുണ്ട്, നീ സങ്കടപ്പെടേണ്ട, നമുക്ക് ഏതായാലും ഇത്തവണ കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 10th ജൂൺ ആയപ്പോഴത്തേക്കും എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവായി. ഡോക്ടർ പറഞ്ഞു എൻ്റെ ഏജിനും, ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഞങ്ങൾ 2 പേരും 35+ ആണ്. അന്നേരം ഞങ്ങളുടെ ഏജിന് ചാലഞ്ചിങ് ആണ് പ്രഗ്നൻസി, പിന്നെ കുറേ ക്രിട്ടിക്കാലിറ്റി വരാൻ ചാൻസസ് ഉണ്ടെന്നും പറഞ്ഞു. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു സിംറ്റംസും കാണിച്ചില്ല, ഹെൽത്തി പ്രഗ്നൻസി ആയിരുന്നു. പിന്നെ അതുകൂടാതെ എനിക്കിങ്ങനെ പ്രഗ്നൻസി സമയത്ത് ഓരോ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും എനിക്ക് ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ തൈലമില്ലായിരുന്നു. അപ്പം എനിക്ക് ഉപ്പും തേനും എനിക്ക് ഇവിടുന്ന് കിട്ടിയായിരുന്നു. വീട്ടിൽ നിന്ന് പേരൻസ് വന്ന് മേടിച്ച് കൊണ്ട് എത്തിച്ചായിരുന്നു ചെന്നൈയിൽ. അപ്പം അങ്ങനെ ഞാൻ ബുദ്ധിമുട്ടുകൾ തോന്നുമ്പോഴൊക്കെ ഞാൻ ആ ഉപ്പെടുത്ത് വായിലേക്ക് ഇട്ടിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആ അടുത്ത സെക്കൻഡ് എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. അങ്ങനെ പ്രഗ്നൻസിയുടെ മാക്സിമം ലെവൽ 9th മന്ത് എത്തിക്കഴിഞ്ഞപ്പോഴും ഞാൻ ഈശോയോട് ഇങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിൻ്റെ ഞാൻ പറയുമായിരുന്നു, എൻ്റെ പ്രഗ്നൻസിയിലേക്ക് ക്രിട്ടിക്കാലിറ്റി ഒന്നും എത്തിക്കില്ല, ഡെലിവറി സമയത്ത് എനിക്ക് ലോങ് ലേബർ ആക്കി കൊടുക്കല്ലേ, എനിക്ക് എത്രയും പരിശുദ്ധ അമ്മേൻ്റെ കൂടെ ഉണ്ടാവണേ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഞാൻ മനസ്സിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ട് പോകുമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഈ ഏജിന് എനിക്ക് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ നോർമൽ ഡെലിവറിയിൽ വെറും 3 hours ലേബറിലായിരുന്നു ഞാൻ കുഞ്ഞിനെ ഡെലിവർ ചെയ്തത് 5th ഫെബ്രുവരി 2025. അങ്ങനെ ഞങ്ങൾക്ക് മിടുക്കത്തിയായിട്ടുള്ള ഒരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മ തന്ന് അനുഗ്രഹിച്ചു. അതുകൂടാതെ രണ്ടാമത്തെ ഒരു വെളിപ്പെടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായി 40ാമത്തെ ദിവസം കുഞ്ഞിൻ്റെ മുഖത്ത് മൊത്തം ഒരുമാതിരി മാന്തി പറിച്ച പോലത്തെ ഒരു പാടുകൾ. അപ്പം പിറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് എഴുതിയത് എറ്റോപിക് ഡെർമാറ്റൈറ്റിസ് എന്ന് എഴുതിയത്. എന്ന് വെച്ചാൽ എക്സിമയുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട എക്സിമ തന്നെയാണെന്നാണ് ഡോക്ടർ കൺഫേം ചെയ്തത്. അപ്പം കൊച്ചിൻ്റെ മുഖത്തിങ്ങനെ എക്സിമയുടെ പാടുകൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടമായി. അന്നേരം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് തന്ന കുഞ്ഞ് തന്നെയാണല്ലോ ഇത്, അന്നേരം കുഞ്ഞിന് എന്തിനാ ഇങ്ങനത്തെ ഒരു മാരക സൂക്കേടുകൾ? എക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സൂക്കേട് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോഴത്തേക്കും ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, കുഞ്ഞിൻ്റെ മുഖത്തേക്ക് എന്തിനാണ് ഇങ്ങനത്തെ എക്സിമ വരുന്നത്? സങ്കടപ്പെട്ട് ഞാൻ ഈശോയുടെ മാതാവിൻ്റെ രൂപത്തെ നോക്കി ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ മനസ്സിനുള്ളിൽ തോന്നി, മാതാവിൻ്റെ ഉപ്പെടുത്ത് നീ കഴിച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് കഴിച്ചിട്ട് ഞാൻ കുഞ്ഞിന് പാല് കൊടുത്തു. അന്ന് രാത്രി 12 മണിയായപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ മുഖത്തുള്ള പാടുകൾ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി. ഇതൊക്കെ 2 ദിവസത്തിനുള്ളിലുള്ള സംഭവങ്ങളാണ്. എന്നിട്ട് 3 മണിക്ക് ഞാൻ വീണ്ടും എഴുന്നേറ്റ് പാല് കൊടുത്തപ്പോഴത്തേക്കും ആ പാടെന്നുള്ള സംഭവം ഇല്ലാതെയായി. പിന്നെ പിറ്റേ ദിവസം ഞാൻ പകൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നു, കുഞ്ഞിൻ്റെ മുഖത്തുള്ള പാടുകൾ കുറഞ്ഞല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ആ 2 ദിവസം മുമ്പ് എടുത്ത ആ ഫോട്ടോ ഞാൻ വെച്ച് കമ്പയർ ചെയ്ത് ഇന്നത്തെ കൊച്ചിൻ്റെ മുഖം വെച്ച് നോക്കുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു തുള്ളി പാട് പോലും ഇല്ല. എക്സിമ എന്നുള്ള സംഭവം തന്നെ ഇല്ലാതെയായി. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടേഴ്സും പറഞ്ഞു ഇത് എക്സിമയല്ല. ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ വേറൊരു ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്കും ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇത് എക്സിമയല്ല, പേടിക്കേണ്ട ഒരു ആവശ്യവും പറഞ്ഞു തരും. അങ്ങനത്തെ രണ്ടാമത്തെ ഒരു അത്ഭുതം. അന്ന് രാത്രി തന്നെ ഞാൻ പരിശുദ്ധ അമ്മയെ വിളിച്ച് ഞാൻ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അതേപോലെ തന്നെ മുല്ലപ്പൂ, ഞാൻ കൊച്ചിനെ കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് മുല്ലപ്പൂവിൻ്റെ മണവും തണുത്ത കാറ്റും കൂടെ എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഇരുന്ന സമയത്തും ഞാൻ ഹസ്ബൻഡിനെ പറഞ്ഞു, എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണവും തണുത്ത കാറ്റും കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് അവിടെ ഇരുന്നപ്പോഴും എല്ലാവർക്കും ചൂടെടുക്കുക, പക്ഷേ എനിക്ക് അവിടെ ഇരുന്നപ്പോഴും തണുത്ത കാറ്റ് കിട്ടുക, മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുമായിരുന്നു. ഈ അടയാളങ്ങളായിരുന്നു എനിക്ക് കൃപാസന മാതാവ് വഴി ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. ഈശോയ്ക്ക് നന്ദി. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ